ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നത് ഞാൻ സുബൈദ തായർ. ഞാൻ ആയുർവേദിക് പാരമ്പര്യ വൈദ്യയാണ്. ഒരു ആയുർവേദിക് ഹോസ്പിറ്റലൊക്കെ ഞാൻ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കൂടുതലായിട്ട് ഞാൻ ഓൺലൈനിൽ കൂടെ 3 ക്ലാസ്സസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ആയുർവേദിക് ക്ലാസ് തന്നെയാണ്, ഒന്ന് അനാട്ടമി ഉണ്ട്, ഒന്ന് ഔഷധസസ്യത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും. ഇപ്പോൾ കാരണം കുറേ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയും, ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ മെഡിസിൻസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതൊരു മെഡിസിനൽ പ്ലാന്റിന് ഒരു ഉപയോഗത്തിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ദൈവം തന്ന് അനുഗ്രഹിച്ച നമുക്ക് ചില സസ്യങ്ങളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാണ്ട് പോയ നമ്മൾ സാധാരണ കാണുന്ന ഒരു സസ്യം, ഒരു ഔഷധ സസ്യം, അതായത് ആവണക്കാണ് സാധനം. ആവണക്കിൻ്റെ ഇലനെ കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഏത് തരം വേദനയായാലും, ഏത് തരം പെയിനായാലും, വയറോ ഇനിയിപ്പോൾ മസിൽ സംബന്ധിച്ച് നമുക്ക് ഷോൾഡർ പെയിന്, ഊരവേദന, ഏത് തരം വേദനയും കൂടാതെ പെൺകുട്ടികൾക്ക് വരുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള വയറുവേദന, അതും പിന്നെ ചില ആൾക്കാർക്ക് ബ്രസ്റ്റിൽ പാല് കെട്ടിയിട്ട് ചിലപ്പോൾ പാല് കൂടി നിർത്തുമ്പോൾ വല്ലാത്ത പെയിനും, ചിലർക്ക് അത് കുരുവൊക്കെയായി മാറി പഴുക്കാനൊക്കെ സാധ്യതയുള്ള സംഭവമൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം തന്നെ എല്ലാത്തിനും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രന്ഥങ്ങളിൽ കാണാറില്ല. പക്ഷേ എൻ്റെ ഉപ്പ ഡോക്ടർ MV മുഹമ്മദ്, മലയാള ഫാർമസി, അദ്ദേഹം 80 വർഷത്തോളമായിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. എല്ലാവർക്കും മലയാള ഫാർമസി എന്ന് പറഞ്ഞാൽ അന്ന് അക്കാലത്ത് കേരളം മുഴുവനും തന്നെ ഏജൻസികളും ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് ഒരു വലിയ രൂപത്തിൽ റൺ ചെയ്തൊരു സംഭവമാണ്. പിന്നെ അത് വളരെ ചെറിയ രൂപത്തിൽ മാത്രമാണ് അത് പോകുന്നത്. അദ്ദേഹം എഴുതി വെച്ച ഒരു ഗ്രന്ഥങ്ങളിലുള്ളൊരു സാധനം ഞാനത് എൻ്റെ രോഗികൾക്ക് അല്ലെങ്കിൽ എനിക്കറിയുന്ന ആൾക്കാർക്ക് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 100% സക്സസ് ആയൊരു സാധനമാണ് ഞാൻ പറയുന്നത്. ഇത് ശരിക്കും ഇത് പറയുന്നത്, അതായത് നമ്മളെ വേദന, കാലിൻ്റെ അടി വേദന ഇല്ലേ, കാലിൻ്റെ അടി വേദന, അതാണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. പക്ഷെ ഞാൻ പിന്നെയും ഓരോന്നിനും കൊടുത്തിട്ട് അത് അത്രയും സക്സസ് ആയ സാധനമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇത് 2-3 തരത്തിൽ ഇത് ചെയ്യും. ഒന്ന് ആവണക്കിൻ്റെ ഇല പച്ചയായിട്ട് തന്നെ വേദനയുള്ള സ്ഥലത്ത് വെച്ച് പതിപ്പിക്കുകയും ചെയ്യാം. അല്ലാത്തത് അതായത് നമ്മളെ പുട്ടും തൂക്കോ അല്ലെങ്കിൽ നമ്മൾ ആവി ചെമ്പോ അതിലിങ്ങനെ ഇലകൾ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം. അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് വിയർപ്പ് പൊട്ട മാത്രമേ പാടുള്ളൂ. ഉടനെ എടുത്ത് മാറ്റിയിട്ട് ആ പൊടിഞ്ഞ വിയർപ്പോടെ തന്നെ നമ്മൾ വേദനയുള്ള ഭാഗത്ത് പറ്റിച്ച് വെച്ചിട്ട് ഒരു നേരിയ എന്തെങ്കിലും ശീലനെ കൊണ്ട് പൊതിഞ്ഞ് കെട്ടാം. ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ വാള് പോലെയുള്ള തോല് നിൽക്കുന്നിട്ട് ഇങ്ങനെ അവിടെ തട്ടി ഇവിടെ തട്ടി ചോര വേദനയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതിനെ നിങ്ങൾ ചെയ്തു നോക്ക്. വേദന പോകുന്നു മാത്രമല്ല, ആ ഭാഗം സ്പോഞ്ച് പോലെ ആയി മാറും. അതൊരു 3 ദിവസമോ 4 ദിവസമോ ഇത് ചെയ്താൽ മതി. 3-4 ദിവസം ഇതിന് നിങ്ങൾക്കതിൻ്റെ കാണാൻ പറ്റും. പിന്നെ വേറൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം ഈ പറഞ്ഞില്ലേ വേദനകളിപ്പം പുറം വേദന, കഴുത്തുവേദന, അങ്ങനെ എവിടെയാണെങ്കിലും ഏത് വേദനയാണെങ്കിലും ആ വേദനയുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാം. അതൊന്നും അല്ലാണ്ട് 3 തരമാണ് ഇത് പറയുന്നത്. പച്ച ഇല വെച്ച് കെട്ടാം, ഈ ആവി കൊണ്ട് ചെയ്യാം. പിന്നെ വെറുതെ അരച്ചിട്ട് വെറുതെ അതങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നന്നായി അരച്ചിട്ട് അത് അങ്ങനെ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇത്
ഈ വേദനയും സംഭവമുള്ള ആൾക്കാർ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെനിക്ക് ഇത് കൂടെ തന്നെ പറഞ്ഞു തരണം. മനസ്സിലായോ? ഇത് ഒരു എന്താണ്, നമ്മൾ ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാണുന്ന ഏത് റോഡ് സൈഡിലും കാണുന്ന ഒരു സസ്യമാണിത്. ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന 5 പൈസ പോലും ചിലവില്ലാണ്ട് നമുക്ക് എപ്പോഴും എവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പര്യാപ്തമായ ഒരു സസ്യം. അത് നമ്മൾ അറിയാണ്ട് പോകുന്നതാണ്. നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ഫലം കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. അപ്പം നന്ദി, നമസ്കാരം. ഇനിയും എന്താണ് നിങ്ങളുടെ അടുത്ത് ഞാനിങ്ങനെ ഇതേപോലെയുള്ള ഓരോരോ കുഞ്ഞ് ഇതുവരെ ഞാൻ വരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങളും എന്നെ എന്താണ് പരമാവധി എന്നോട് സഹകരിക്കുക. എൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് വെക്കുന്നതാണ്. നന്ദി, നമസ്കാരം.